ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തന്നെ മിഡിൽമെൻസിനാണ് അല്ലേ. അതായത് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൽ അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒരുപാട് ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ മിഡിൽമെൻ ഉണ്ട്, മധ്യസ്ഥർ. അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിഡിൽമെൻ പറഞ്ഞു. അതിലൊന്നാണ് മെർച്ചൻ്റ് മിഡിൽമാൻ അല്ലേ. മെർച്ചൻ്റ് മിഡിൽമാൻ പറഞ്ഞ സമയത്ത് അതിൽ വരുന്ന രണ്ട് പേരാണ് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും. ഇവർ രണ്ടുപേരും നമുക്ക് അറിയുന്നത് തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മിഡിൽമെനാണ്. അപ്പോൾ അവരെ കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഹോൾസെയിലർ അതുപോലെ തന്നെ റീറ്റെയിലർ. ആദ്യം നമുക്ക് ഹോൾസെയിലർ എന്താണെന്ന് നോക്കാം. മാനേജിങ് ഹോൾസെയിലിംഗ് എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ് വരുന്നത്. സോ അതിൽ ഹോൾസെയിലർ എന്താണെന്ന് നോക്കാം. Wholesaler is the first intermediary in the channel of distribution. ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ വരുന്ന ആദ്യത്തെ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ മിഡിൽമെൻ എന്ന് പറയുന്നത് ഹോൾസെയിലറാണ്. അതായത് പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാണ്? പ്രൊഡ്യൂസർ ഇസ് എ മെമ്പറാണ്. പ്രൊഡ്യൂസറുടെയും കൺസ്യൂമറിൻ്റെയും ഇടയിലുള്ള ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ അവരുടെ മിഡിലിൽ നിൽക്കുന്നവരെയാണ് നമ്മൾ മിഡിൽമെൻ എന്ന് പറയല്ലേ, മധ്യസ്ഥരായിട്ട് നിൽക്കുന്നവർ. അപ്പോൾ അങ്ങനെ വരുമ്പം ആദ്യത്തെ മിഡിൽമെൻ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് ഹോൾസെയിലറാണ്. ഹീ ഈസ് എ ട്രേഡർ ഹൂ ഡീൽസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. വലിയ ക്വാണ്ടിറ്റി ഡീൽ ചെയ്യുന്ന ഒരു ട്രേഡറാണ് ഹോൾസെയിലർ. അതായത് ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡക്ട്സ് ആണ് ആര് ഡീൽ ചെയ്യുന്നത്? ഹോൾസെയിലേഴ്സ് ഡീൽ ചെയ്യുന്നത്. ഹീ പർച്ചേസ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചറർ ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. മാനുഫാക്ചറർ അടുത്തുനിന്ന് ബൾക്കായിട്ട് നല്ല ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരാണ് ആര്? ഹോൾസെയിലേഴ്സ്. ആൻഡ് സെൽസ് ഇറ്റ് ടു റീറ്റെയിലേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. ശേഷം അവരെന്ത് ചെയ്യും? ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങി വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് റീറ്റെയിലേഴ്സിന്, ഡിഫറെൻറ്റ് റീറ്റെയിലേഴ്സിന് സ്മോളർ ക്വാണ്ടിറ്റിയിൽ അത് എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹോൾസെയിലർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊഡ്യൂസർ അടുത്തുനിന്ന് ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് റീറ്റെയിലർക്ക് സ്മോൾ ക്വാണ്ടിറ്റി ആക്കി എത്തിച്ച് കൊടുക്കുന്നവരാണ് ആര്? ഹോൾസെയിലർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹോൾസെയിലറുടെ ഫങ്ഷൻസ് നോക്കാം. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഹോൾസെയിലർ ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ അസംബ്ലിംഗ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. ഹോൾസെയിലർ ചെയ്യുന്നത് ഒരു ഹോൾസെയിലിംഗ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുക ഡിഫറെൻറ്റ് മാനുഫാക്ചർ എടുത്തുനിന്ന് ഗുഡ്സ് കളക്ട് ചെയ്യുന്നുള്ളതാണ്. ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ക്ലാസ് ഓഫ് ഗുഡ്സസ്, അതായത് ഒരു ടൈപ്പ് ഗുഡ്സ് തന്നെ ആവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആവാം. ഇത് ഡിഫറെൻറ്റ് മാനുഫാക്ചർ എടുത്തുനിന്ന് കളക്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ, സ്റ്റോറിങ് ഓഫ് ഗുഡ്സ് ഇൻ പ്രോപ്പർ വേ ഹൗസസ് ടിൽ ദേ ആർ സോൾഡ് ടു ദി റീറ്റെയിലേഴ്സ്. പിന്നീട് ഇവർ ചെയ്യുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ഗുഡ്സ് വാങ്ങിയിട്ട് അത് നല്ല ഏതെങ്കിലും വേ ഹൗസസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഹോൾസെയിലറുടെ തന്നെ വെയർ ഹൗസസ് ഉണ്ടാവും. അതല്ലെങ്കിൽ റെൻറ്റിനോ മറ്റെന്തെങ്കിലും ചാർജസിനൊക്കെ വേ ഹൗസസ് വാങ്ങിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ആരാണ്? ഹോൾസെയിലേഴ്സാണ്. ശേഷം എപ്പോഴാണോ ഈ ഒരു റീറ്റെയിലേഴ്സിനകത്ത് ആവശ്യം വരിക അപ്പോൾ അവർ അത് സെയിൽ ചെയ്യും എന്നുള്ളതാണ്. തേർഡ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ടു റീറ്റെയിലേഴ്സ്. അത് ഗുഡ്സ് മാനുഫാക്ചർ അടുത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? റീറ്റെയിലേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ഫസ്റ്റ് ഫ്രം ദി പ്ലേസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ടു ഹിസ് വെയർ ഹൗസസ്. സോ ട്രാൻസ്പോർട്ടേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആര്? വെയർ ഹൗസ് ഹോൾസെയിലേഴ്സ്. എങ്ങനെയാണ്? ആദ്യം തന്നെ പ്രൊഡ്യൂസർ അടുത്തുനിന്ന് അവരുടെ വെയർ ഹൗസിലേക്ക് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യും. ശേഷം ഫ്രം ടു ദി റീറ്റെയിൽ സ്റ്റോഴ്സ്. ഈ വെയർ ഹൗസിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയലേ. അവിടുന്ന് പിന്നീട് റീറ്റെയിലേഴ്സിന് ആവശ്യമുള്ളതിനനുസരിച്ച് റീറ്റെയിലേഴ്സിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഫംഗ്ഷനും ആര് ചെയ്യുന്നുണ്ട്? ഒരു ഹോൾസെയിലർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫിനാൻസിങ് ദ റീറ്റെയിൽ ട്രേഡ് ബൈ സെല്ലിംഗ് ദ ഗുഡ്സ് ടു റീറ്റെയിലേഴ്സ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. ഇവിടെ റീറ്റെയിലേഴ്സിൻ്റെ ഫിനാൻസിങ്ങിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറെ എങ്ങനെയല്ല, ഈ റീറ്റെയിലേഴ്സിന് എന്ത് കൊടുക്കും? കടത്തിന് സാധനങ്ങൾ കൊടുക്കും. അതായത് അവർ സാധനം എത്തിച്ച് കൊടുക്കും, ക്യാഷ് പിന്നെ തന്നാൽ മതി, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസിൽ സാധനം എത്തിച്ച് കൊടുക്കും. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫിനാൻസിങ് ആണ് അല്ലേ. അത്രയും ആ ഒരു ഫിനാൻസ് ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഫണ്ട് കിട്ടുന്നവരെ ഇവർക്ക് എന്ത് ചെയ്യാം? റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യാം? അവരുടെ കച്ചവടം തടസ്സമൊന്നും കൂടാണ്ട് തന്നെ ഈ ഒരു ക്രെഡിറ്റ് ബേസിസിൽ സാധനം വാങ്ങിയിട്ട് നടത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഗ്രേഡിംഗ് ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ക്വാളിറ്റി, സൈസ്, ക്വാണ്ടിറ്റി, കളർ എക്സെട്ര.
ഇതിൽ പറയുന്നത് ഹോൾസെയിലേഴ്സ് അവരുടെ വെയർ ഹൗസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ എടുത്തു നിന്നൊക്കെ ഗുഡ്സ് കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിൻ്റെ സൈസിനനുസരിച്ച് അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് അനുസരിച്ച്, ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, അങ്ങനെ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ എ ഗ്രേഡ്, ബി ഗ്രേഡ്, അതുപോലെ എല്ലാ ഗുഡ്സിനും ഒരു ഗ്രേഡിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹോൾസെയിലേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഫംഗ്ഷൻ ആണെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, അസ്യൂമിങ് ഓഫ് റിസ്ക് റിസൾട്ടിങ് ഫ്രോം ദി ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് ഫ്രോം സ്പോയിലേജ് എക്സെട്ര. അപ്പോൾ ഹോൾസെയിലേഴ്സാണ് മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് ലാർജ് ക്വാണ്ടിറ്റി വാങ്ങുന്നതില്ലേ. സോ പിന്നീട് ആ ഒരു പ്രൊഡക്റ്റ് നിൽക്കുന്നത് ഹോൾസെയിലറുടെ കയ്യിലാണ്. അവരുടെ വെയർ ഹൗസിലോ അല്ലെങ്കിൽ റീറ്റെയിലർക്ക് എത്തിക്കുന്നവരെ അത് സ്റ്റോർ ചെയ്യുന്നതും സേവ് ചെയ്യുന്നതൊക്കെ ഹോൾസെയിലേഴ്സാണ്. സോ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് അസ്യൂം ചെയ്യുന്നുണ്ട്. ഭാവിയിൽ എന്തൊക്കെ റിസ്ക് ഇതിന് വരാം, മാനുഫാക്ചർ അടുത്തുനിന്ന് വാങ്ങിച്ച് റീറ്റെയിലർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു ടൈം ഗ്യാപ്പിൽ എന്തൊക്കെ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, പ്രൈസിൽ ചേഞ്ച് വരാം. അതായത് ഇവർ ഒരു പ്രൈസ് കൊടുത്ത് മാനുഫാക്ചർ അടുത്തുനിന്ന് വാങ്ങിച്ചു, പിന്നീട് ആ പ്രൈസിനേക്കാളും ആ പ്രൊഡക്റ്റിൻ്റെ വില കുറഞ്ഞു, മാർക്കറ്റിൽ കുറഞ്ഞു, അതൊരു ലോസ് ആണല്ലേ ഈ ഒരു ഹോൾസെയിലറെ സംബന്ധിച്ചിടത്തോളം. സോ ഇത്തരത്തിലൊക്കെ റിസ്ക് അസ്യൂം ചെയ്ത് അതിനല്ലെങ്കിൽ അത്തരത്തിൽ റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്ത് ഈ റിസ്ക് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യുക, ഈ ഒരു ഹോൾസെയിലേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതും അവരുടെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ. ലാസ്റ്റ് വൺ, സ്റ്റെബിലൈസിങ് ദി പ്രൈസസ് എന്നുള്ളതാണ്. പ്രൈസ് നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു ഫിക്സഡ് പ്രൈസിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹോൾസെയിലർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രൈസിൽ വരുന്ന ചേഞ്ച് മെയിനായിട്ടും കോസ് ചെയ്യുക അതിൻ്റെ ഡിമാൻഡും സപ്ലൈയിലുള്ള വേരിയേഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് ഒരു ഹോൾസെയിലറാണ് അല്ലേ. മാനുഫാക്ചർ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് ആ സപ്ലൈ കൂട്ടുന്നതും എക്സസ് ആക്കുന്നതും കുറക്കുന്നതൊക്കെ ഹോൾസെയിലറുടെ ഒരു വർക്കാന്ന് പറയാം, റീറ്റെയിലർക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്ലൈ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഥവാ സപ്ലൈ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് സപ്ലൈ കൂടിയാൽ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സപ്ലൈ കുറഞ്ഞാൽ, സപ്ലൈ പ്രൊഡക്റ്റ് കിട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ സപ്ലൈയിൽ റെഡ്യൂസ് വന്നാൽ, ഡിമാൻഡ് കൂടുകയും ചെയ്താൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അവിടെ സപ്ലൈ കുറവാകുന്ന സമയത്ത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് സപ്ലൈയിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ആ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഹോൾസെയിലറാണ്. അപ്പോൾ അതും അവരുടെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ, പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ഹോൾസെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സർവീസസ് ആണ്. ഹോൾസെയിലർ മാനുഫാക്ചേഴ്സിനും അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിനും സൊസൈറ്റിക്കും ഒരുപാട് സർവീസസ് ചെയ്യുന്നുണ്ട്, സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ സർവീസ് ടു മാനുഫാക്ചേഴ്സ് ആണ്. ഒരു മാനുഫാക്ചർക്ക്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡ്യൂസർക്ക് അവർ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഹോൾസെയിലർ ഹെൽപ്സ് ദ മാനുഫാക്ചർ ടു ഗെറ്റ് ദി ബെനിഫിറ്റ്സ് ഓഫ് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ബൈ പർച്ചേസിങ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അതായത് നമുക്കറിയാം ഹോൾസെയിലേഴ്സ് മാനുഫാക്ചർ എടുത്തുനിന്ന് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഗുഡ്സ് വാങ്ങിക്കുക. അതുകൊണ്ട് തന്നെ മാനുഫാക്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് പ്രൊഡക്ഷൻ, അതായത് ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി ഇവർ ഹോൾസെയിലേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിന് പറ്റും. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന കുറേ ബെനിഫിറ്റുകൾക്ക് ആർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാനുഫാക്ചർക്ക് ഫിക്സ്ഡ് കോസ്റ്റ്, ഇപ്പോൾ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ചിലപ്പോൾ അവർക്ക് റൂമിന് റെൻറ്റ് കൊടുക്കേണ്ടത് ഒരു ഫിക്സ്ഡ് ആയിരിക്കും, 200 രൂപ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ലാഭം ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ആ ഒരു ബെനിഫിറ്റൊക്കെ മാനുഫാക്ചർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആര്, ഈ ഒരു ഹോൾസെയിലർ ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുന്നുണ്ട്. നെക്സ്റ്റ്, has the wholesaler collect small orders from a number of retailers, the manufacturer is relieved from the trouble and expense of collecting a large number of small orders. അതായത് ഇപ്പം നമുക്കറിയാം ഹോൾസെയിലേഴ്സ് വലിയ ഓർഡറാണ് സ്വീകരിക്കുന്നത്, ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ട് ഒരുപാട് റീറ്റെയിലേഴ്സിന് സ്മോൾ ഓർഡേഴ്സ് കൊടുക്കുകയാണ്. അതായത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എല്ലാ റീറ്റെയിലേഴ്സ്ക്കും എത്തിച്ചു കൊടുക്കുകയാണ്. അതേസമയം അവിടെ ഒരു ഹോൾസെയിലർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സെയിം കാര്യം ആര് ചെയ്യേണ്ടി വരും, മാനുഫാക്ചറർ ചെയ്യേണ്ടി വരും. മാനുഫാക്ചർക്ക് ഒരുപാട് റീറ്റെയിലേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ അടുത്തു നിന്നൊക്കെ സ്മോൾ ഓർഡേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലുള്ള ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഹോൾസെയിലർ അത് ഡീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാനുഫാക്ചർക്ക് അതിൽ നിന്നുള്ളൊരു റിലീവിങ്, അതായത് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യേണ്ട, സ്മോൾ ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്.
ഹി മേക്സ് ക്യാഷ് പർച്ചേസ് ഫ്രം ദി മാനുഫാക്ചേഴ്സ്. ഹോൾസെയിലർ ചെയ്യുന്നത് ക്യാഷ് പർച്ചേസ് ആണ്, അതായത് മാനുഫാക്ചർ എടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് അതിനപ്പം തന്നെ ക്യാഷ് കൊടുക്കുകയാണ്. അവിടെ ക്രെഡിറ്റ് പറയുന്നില്ല, ക്രെഡിറ്റ് പറയാത്തൊരു പർച്ചേസാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ദിസ് എനാബിൾസ് ദ മാനുഫാക്ചേഴ്സ് ടു ക്യാരി ഓൺ ഹിസ് ബിസിനസ് വിത്ത് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഈ മാനുഫാക്ചർക്ക് സാധനങ്ങൾ കടത്തിന് പോവാത്തത് കൊണ്ട്, ഫുൾ ക്യാഷ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചെറിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വെച്ചുകൊണ്ട് തന്നെ അവിടെ ഫങ്ഷനിങ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വേഗം തന്നെ തിരിച്ച് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഫങ്ഷനിങ് പോസിബിൾ ആവുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദ ഹോൾസെയിലർ ബൈസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ലാർജ് ക്വാണ്ടിറ്റീസിലാണ് ഹോൾസെയിലേഴ്സ് വാങ്ങിക്കുന്നത്. ആൻഡ് കീപ്സ് ദി ഗുഡ്സ് ഇൻ ഹിസ് വെയർ ഹൗസസ്. അതുപോലെ തന്നെ മാനുഫാക്ചർ എടുത്തു നിന്ന് ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ട് അവരുടെ വെയർ ഹൗസിൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. റീറ്റെയിലർക്ക് ആവശ്യം വരുന്നവരെ അവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് റിലീവ്സ് ദ മാനുഫാക്ചറർ ഓഫ് ദി റിസ്ക് ഓഫ് സ്റ്റോറേജ്, ഒബ്സലിസൻസ് ആൻഡ് അതർ ലോസസ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസ്ക്കും അതിനെന്തെങ്കിലും നാശനഷ്ടങ്ങൾ, അതെന്തെങ്കിലും നാശമായി പോവുക, ലോസസ് വരിക, അല്ലെങ്കിൽ ഡാമേജ് വരിക, ഫയർ, അത്തരത്തിലൊക്കെ എന്തെങ്കിലും ഡാമേജ് വരുന്നതിൽ നിന്നൊക്കെ ആരെ രക്ഷിക്കുന്നുണ്ട്, ആർക്ക് റിലീവ് ആവാൻ പറ്റുന്നുണ്ട്? ഒരു മാനുഫാക്ചർക്ക് അതിൽ നിന്നൊക്കെ ഫ്രീ ആവാൻ പറ്റുന്നുണ്ട്. മാനുഫാക്ചർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ഹോൾസെയിലേഴ്സിന് കൊടുത്താൽ മതി. പിന്നീട് അത് സ്റ്റോർ ചെയ്യുന്നതും അതിനെന്തെങ്കിലും ഡാമേജ് വരുന്നത് ബിയർ ചെയ്യുന്നതും ആ റിസ്കുകളൊക്കെ ഏറ്റെടുക്കുന്നത് ആരാണ്? ഈ ഒരു ഹോൾസെയിലറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ഹോൾസെയിലർ മാനുഫാക്ചർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി സർവീസസ് ടു റീറ്റെയിലേഴ്സ് ആണ്. ഒരു റീറ്റെയിലർക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടാവും അല്ലേ. ഹോൾസെയിലർ നേരെ പ്രൊഡക്റ്റ് പിന്നീട് റീറ്റെയിലേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റീറ്റെയിലേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് ഈ ഒരു ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഹോൾസെയിലർ ഹെൽപ്സ് റീറ്റെയിലേഴ്സ് ഒബ്റ്റെയിൻ ഗുഡ്സ് more quickly and more conveniently from the wholesalers than from manufacturers. അപ്പോൾ റീറ്റെയിലേഴ്സിന് ഏറ്റവും പെട്ടെന്നും ക്വിക്കായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും more കൺവീനിയൻ്റ് ആയിട്ട് എളുപ്പത്തിലും അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ടും ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനുഫാക്ചർ അടുത്തുനിന്ന് ആ ഒരു ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഗുഡ്സ് കിട്ടാൻ, ആ ഒരു ടൈമിൽ ഗുഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോൾസെയിലേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Next one, whenever new goods are introduced in the market, the wholesaler will inform the matter to retailers. പുതിയ എന്തെങ്കിലും ഗുഡ്സ് വരികയെ, ഗുഡ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരികയെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫാഷനിൽ ട്രെൻഡിലൊക്കെ ചേഞ്ച് വരികയൊക്കെ ചെയ്യുന്നത് ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യും? ഇപ്പം ഹോൾസെയിലേഴ്സിനൊരു പുതിയ വെറൈറ്റി ഗുഡ്സ് കിട്ടി മാനുഫാക്ചർ എടുത്തുനിന്ന്, അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ റീറ്റെയിലേഴ്സിന് പാസ് ചെയ്യുന്നത് ഹോൾസെയിലേഴ്സാണ്. അതായത് ഇങ്ങനെ പുതിയൊരു ഗുഡ്സ് വന്നിട്ടുണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐറ്റം വന്നിട്ടുണ്ട്, ഇത് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൺസ്യൂമേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊക്കെ ഇൻഫോർമേഷൻ ആര് കൊടുക്കും? ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് വൺ, ഹി ഗിവ്സ് വാല്യുബിൾ അഡ്വൈസസ് ടു ദി റീറ്റെയിലേഴ്സ് ഓൺ ബിസിനസ് മാറ്റേഴ്സ്. അത് മാത്രമല്ല നല്ല നല്ല അഡ്വൈസസ്, ഉപദേശങ്ങൾ ഈ ഒരു ബിസിനസ്സിൻ്റെ കേസിൽ കൊടുക്കാനും ഹോൾസെയിലേഴ്സിന് കഴിയാറുണ്ട്. റീറ്റെയിലേഴ്സിന് ആവശ്യമുള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് റീറ്റെയിലേഴ്സിനോട് ചെയ്യുന്ന സർവീസസ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സേവനങ്ങൾ, ഉപകാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആര്? ഹോൾസെയിലേഴ്സ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഹോൾസെയിലേഴ്സ് സൊസൈറ്റിക്ക് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹോൾസെയിലേഴ്സ് ഉണ്ട് സം സർവീസസ് ടു ദി സൊസൈറ്റി ഓൾസോ. സൊസൈറ്റിക്കും ചില സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഹോൾസെയിലർ പാസസ് ഓൺ ടു ദി റീറ്റെയിലേഴ്സ് and consuming public the benefit of specialization of marketing activities. അതായത് ഇപ്പം ഒരു ഹോൾസെയിലർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ ആയാലും ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് ആയാലും ഗ്രേഡിംഗ് ആയാലും അതൊക്കെ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് റീറ്റെയിലേഴ്സിനും അതുപോലെ തന്നെ കൺസ്യൂമിങ് പബ്ലിക്കിനും, അതായത് പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന പബ്ലിക് എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിലെ, അവരിലേക്കും ആ ഒരു ബെനിഫിറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിലേഴ്സിന് പറ്റാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പം അവർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്റ്റിൽ ഡീൽ ചെയ്യുന്നുണ്ടാവും, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഫീൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, നല്ല ബെറ്റർ പാക്കേജിങ്ങും ഗ്രേഡിങ്ങും പ്രൊഡക്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും,
ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസിങ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ആർക്കും കൂടി കിട്ടുന്നുണ്ട്, റീറ്റെയിലേഴ്സിനായാലും ആ ഒരു പബ്ലിക്കിനായാലും അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമറിലേക്കായാലും ഈ ടോട്ടൽ സൊസൈറ്റിയിലേക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവരിത്തരം വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ. ഇനി സെക്കൻഡ് വൺ, ഹോൾസെയിലർ ഇൻട്രൊഡ്യൂസ് ഫാഷൻ ന്യൂ സ്റ്റൈൽ ഇൻ ദി മാർക്കറ്റ്. ഹോൾസെയിലേഴ്സാണ് പുതിയ എന്തെങ്കിലും വെറൈറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഫാഷൻ ട്രെൻഡും ചേഞ്ചസ് ഒക്കെ വരുന്നത് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിലേക്ക് എത്തിക്കുന്നത്. അത് ആ നാട്ടിലെ ഹി റൈസസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ എന്നുള്ളതാണ്. അത് ആ ടോട്ടൽ സൊസൈറ്റിയിലെ പീപ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റൈസ് ചെയ്യാൻ, നല്ലൊരു ബെറ്റർ സ്റ്റാൻഡേർഡ് അവരുടെ ലൈഫിന് കൊണ്ടുവരാൻ ഹോൾസെയിലേഴ്സിൻ്റെ ഈ ഒരു ഇന്നോവേഷനും അല്ലെങ്കിൽ പുതിയ ഫാഷൻ ട്രെൻഡി കാര്യങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തേർഡ് വൺ, ഹോൾസെയിലേഴ്സ് അണ്ടർടേക്ക് മാർക്കറ്റ് റിസർച്ച് ഓൾസോ. ദിസ് ഓൾസോ ബെനിഫിഷ്യൽ ടു ദി സൊസൈറ്റി. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഇപ്പോൾ എന്തെങ്കിലും റിസ്ക് വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ റിസർച്ചിലൂടെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് മാനുഫാക്ചർക്ക് എത്തിക്കാനൊക്കെ പറ്റാറുണ്ട്. ഇത് നമ്മുടെ സൊസൈറ്റീനെയും കൂടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റിസർച്ച് കണ്ടെത്തുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിക്കും കൂടെ ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റും ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഹോൾസെയിലേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഹോൾസെയിലേഴ്സ് ആരാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവർ എന്തൊക്കെ സർവീസസ് ആണ് മാനുഫാക്ചർക്കും അതുപോലെ റീറ്റെയിലർക്കും ടോട്ടൽ സൊസൈറ്റിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ.